നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഏറ്റവും ഈസി ആയിട്ടും അതേപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഗോതമ്പ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മുടെ ഗോതമ്പ് അടയാണ്. ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവർ എപ്പോഴും ചപ്പാത്തിയും ഗോതമ്പ് ദോശയൊക്കെയല്ലേ കഴിക്കാറ്. അപ്പോൾ ഇങ്ങനെ ഗോതമ്പട ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഞാനിവിടെ 4 തവി ഗോതമ്പ് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തത്. അതിൻ്റെ കൂടെ അരമുറി തേങ്ങയുടെ പകുതി, കാൽമുറി തേങ്ങയാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ 2 കുഞ്ഞ് സവാളയാണ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം ഇവിടെ ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറച്ചും കൂടെ വേണമെന്നുള്ളവർ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവേ. ഇപ്പോൾ സവാള ഇത്രയും വേണ്ടാന്നുള്ളവർക്ക് കുറയ്ക്കാം. അതേപോലെ തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഗോതമ്പൊടിയുടെ അളവും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തായി. വെള്ളം ചേർക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് ലൂസായി ഒന്നും പോകരുത്. നമ്മൾ കൈ കൊണ്ട് പരത്തുകയാണ്, അടയാണല്ലോ. അപ്പോൾ കൈ കൊണ്ടാണ് പരത്തേണ്ടത്, അല്ലാതെ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുകയല്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവേ. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തവിയും കൊണ്ട് ഇളക്കുന്നതിനെക്കാട്ടും നമ്മൾ കൈ കൊണ്ട് ഇളക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ തവി മാറ്റി വെച്ചതിന് ശേഷം കൈ ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ അല്പം പോലും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇത്രയും തന്നെ മതിയാകും. ദോശക്കല്ല് പരത്താൻ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യം കൂടെ ഉള്ളൂ. അപ്പോൾ കൈ കൊണ്ട് ഇളക്കുമ്പോൾ നമുക്ക് കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്നത് ഉടച്ചു കൊടുത്താൽ മതിയാകും. കട്ടയൊന്നും പിടിക്കത്തില്ല, എന്നാലും എവിടെയെങ്കിലും കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇളക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവുമല്ലോ എവിടെയൊക്കെയാണെന്ന്. അപ്പോൾ ശരിക്കും ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും. ഈ സവാളയും ഗോതമ്പൊടിയും കൂടെ മിക്സ് ആക്കുമ്പോൾ തന്നെ നമ്മൾ അടയാക്കി കഴിയുമ്പോൾ സ്മെല്ല് വരുമല്ലോ, ആ ഒരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. നല്ലൊരു സ്മെല്ല് ഇപ്പം തന്നെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കല്ല് ചൂടാവാനായിട്ട് വെക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് നമ്മൾ അട പരത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ദോശക്കല്ല് ഇപ്പോൾ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. അല്പം മാവ് ഇതിലേക്കൊന്നും കോരി ഒഴിച്ചതിന് ശേഷം ആദ്യം എണ്ണയൊന്നും ചേർക്കണ്ട. ഇനി നന്നായിട്ട് തന്നെ കൈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം പരത്തി കൊടുക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് മുക്കിയാൽ മാത്രമേ നല്ല രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എത്രമാത്രം തിന്നാക്കാൻ പറ്റുമോ അത്രമാത്രം തിന്നാക്കുക. കൈ പൊള്ളുമെന്നൊന്നും പേടിക്കേണ്ട. നമ്മൾ വെള്ളത്തിൽ കൈ മുക്കുന്നതുകൊണ്ട് തന്നെ കൈയൊന്നും പൊള്ളത്തില്ല. അപ്പം ഇവിടെ ഞാൻ ആദ്യത്തെ ദോശ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചേർക്കണ്ട. ഹെൽത്തി ആയിട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ എണ്ണ ചേർക്കാതെയും ചെയ്യാം, അല്ലെങ്കിൽ എണ്ണയുടെ അളവ് കുറച്ചും ചെയ്യാം. അപ്പം ഞാനിവിടെ 2 സൈഡിൽ എണ്ണ ഒഴിച്ചിട്ടാണ് മുരിച്ചെടുക്കുന്നത്. ഇനി ഇത് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണേ. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയാലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ തിരിച്ചിട്ടതിന് ശേഷം അല്പം എണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതാണ് കേട്ടോ ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഈ ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവർ ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്ന കുറവായിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ ഗോതമ്പ് ദോശയോ ഓട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ അവർ കഴിക്കുന്നത്. അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റുവാണ്. അപ്പോൾ നന്നായിട്ട് മുരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ട് മുരിച്ചെടുത്താലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ഞാൻ രണ്ടാമത്തെ അട പരത്തുവാണ്. അപ്പോൾ ഇത്തവണ ഞാൻ കുറച്ച് മാവ് കൂടുതലാണ് എടുത്തത്. അപ്പോൾ നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ പരത്താനാണ് ശ്രമിച്ചു നോക്കുന്നത്. അപ്പം നല്ല രീതിയിൽ വെള്ളം കയ്യിൽ തൊട്ടതിന് ശേഷമാണ് ഇവിടെ ഞാൻ പരത്തുന്നത്. പരത്താൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമ്പം കൈ വെള്ളത്തിൽ മുക്കിയെടുത്താൽ മതിയാകും. അപ്പം നല്ല രീതിയിൽ തന്നെ നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ അടയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സൈഡ് മറിച്ചിട്ടതിന് ശേഷം കുറച്ച് എണ്ണയും കൂടെ തൂക്കി കൊടുക്കാൻ. ഞാൻ പറഞ്ഞല്ലോ എണ്ണ ചേർക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ അടയും തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഈ അട ഉണ്ടാക്കുന്നത് മറ്റൊരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. നമുക്ക് ഒരു കറി ഇതിന് ആവശ്യമില്ല. അപ്പോൾ ഇത് തന്നെ വേണമെങ്കിലും കഴിക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് തേൻ എടുത്തിട്ടുണ്ട്. പണ്ട് മുതലേ ഇത് കഴിക്കുമ്പോൾ ഞാൻ കുറച്ച് തേൻ എടുക്കും. അതിനുശേഷം ഒരു കുറച്ച് തേനിൽ ഈ അടയൊന്ന് മുക്കിയതിന് ശേഷമാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് വേറെ വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം. ഇത് മാത്രമായിട്ട് കഴിക്കാനും അടിപൊളിയാണ്. അപ്പം ഇത് ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.